ഇന്ന് നമുക്ക് തേഴ്സ്ഡേ മാർക്കറ്റിൽ പോയാലോ? ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു മാർക്കറ്റാണ്. ഇത് എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെ ഓരോരോ ദിവസങ്ങളിൽ അതാത് ദിവസങ്ങളുടെ പേരിലാണ് ഈ മാർക്കറ്റ് അറിയപ്പെടുന്നത്. ഈ മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരിടത്ത് നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. പണ്ട് പറയില്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു കുടക്കീഴിൽ. അത് തന്നെ, അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉള്ളതും ഇല്ലാത്തതും. അത് നോക്കി ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ ഈ ഷോപ്പ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എല്ലാ സാധനങ്ങളും ലഭ്യമാണ്. സാധാരണക്കാരായ ആൾക്കാർ ഈ ഒരു മാർക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന കുപ്പിവളകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നെ ഈ മാർക്കറ്റിലോട്ട് കൂടുതൽ ആകർഷിക്കുന്നത് വളയും കമ്മലും പോപ്കോണുമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് ചെടിച്ചട്ടി, പിന്നെ നമ്മുടെ കിച്ചണിലേക്കുള്ള ക്ലീനിങ്ങിനുള്ള ബ്രഷുകൾ അതൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ ഈ മേശവിരി ഇവിടുന്ന് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു 100 രൂപയ്ക്ക്. പിന്നെ ഇതൊക്കെ മീറ്ററിൽ 50, 30 അങ്ങനെയൊക്കെ ആ റേഞ്ചിൽ നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾപേപ്പറാണ്. ഇത് രക്ഷാബന്ധൻ്റെ ഒരു ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു. ശനിയാഴ്ച രക്ഷാബന്ധൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സ്റ്റോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയത്. പിന്നെ പൊട്ട്, എനിക്ക് ഗോപി പൊട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് അത് അന്വേഷിച്ച് നോക്കിയെങ്കിലും കിട്ടിയില്ല. ബാക്കി വട്ടപ്പൊട്ടാണ് ഇവിടെ എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ മേക്കപ്പ് എന്ന് പറയുമ്പം മേക്കപ്പ് ഇവർക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. വേറൊന്നും കൊണ്ടല്ല, ഇവർക്ക് കല്യാണം കഴിഞ്ഞാൽ ഒരുങ്ങി നടക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഭർത്താവ് നല്ലപോലെ നോക്കുന്നില്ല എന്നുള്ളത് ആ ഒരു രീതിയിൽ വിലയിരുത്തും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ എപ്പോഴും ഒരുങ്ങി നടക്കണമെന്നാണ് ഇവിടുത്തെ ഒരു നിയമം കേട്ടോ. അത് ഇവിടുത്തുകാർ തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഐറ്റംസിൻ്റെ ഷോപ്പുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ചെരുപ്പിൻ്റെ സെക്ഷനിൽ നോക്കിയപ്പം എല്ലാം ഹൈ ഹീലുമാണ്, പോയിൻറ്റഡുമാണ്, നമുക്ക് പറ്റിയതൊന്നുമല്ല. പിന്നെ ഇതൊക്കെ 200, 250 അങ്ങനെ മുകളിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പതുക്കെ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിഞ്ഞു. പിന്നെ വന്നത് ബെഡ്ഷീറ്റിൻ്റെയാണ്. ബെഡ്ഷീറ്റ് നല്ല ബെഡ്ഷീറ്റാണ്, ഞാൻ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. 350 തൊട്ടാണ് മുകളിലോട്ട്. അതിന് കുറഞ്ഞതാകുമ്പോൾ അവർ തന്നെ നമ്മളടുത്ത് പറയും ക്വാളിറ്റി കൊള്ളൂല്ല എന്ന് അവർ തന്നെ പറയും. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് സ്റ്റോളുകൾ അങ്ങോട്ടുണ്ട്, ക്രോക്കറി ഉണ്ട്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുണ്ട്. അങ്ങോട്ടൊന്നും നമ്മൾ നീങ്ങിയില്ല, തിരക്കുള്ളത് കൊണ്ട്. പിന്നെ അവിടെ വെച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് നടന്നു. പിന്നെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഇഷ്ടപ്പെട്ട പേടയും മേടിച്ചു. നമ്മൾ പതുക്കെ പോരുന്നു. ഇതാണ് ഞാൻ വാങ്ങിയ കമ്മൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്ദി. വീണ്ടും കാണാം.